നമസ്കാരം. പശുമല ദർശനം പാപവിമോചനം എന്നൊരു വായ്മൊഴിയുണ്ട്. പശുമലയെ ഗിരിവലം വന്നാൽ സകല ദൈവങ്ങളുടെയും അനുഗ്രഹം ലഭിക്കും എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും വിവാഹ സന്താന ഭാഗ്യത്തിന് പ്രശസ്തിയുള്ളതുമായ ശ്രീമുരുകന്റെ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ വിഴുപുരം ജില്ലയിൽ മേൽ ഒലക്കൂർ എന്ന പ്രദേശത്തെ പശുമല എന്ന ചെറുമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമുരുകൻ വള്ളിദേവിയാനി സമേതനായി സുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. മധുരയ്ക്കടുത്തുള്ള പശുമലയല്ല ഈ പശുമല. പ്രധാനമായും ഇവിടം വിവാഹ തടസ്സം മാറ്റുന്ന സ്ഥലമായി അറിയപ്പെടുന്നു. പശുമലയ്ക്ക് നാലുപുറത്തായി സുമാർ 50 കിലോമീറ്റർ ചുറ്റളവിൽ തീവന്നൂർ, സിംഗവരം, മേൽമലയന്നൂർ, മൈലം, തെങ്കന്നാങ്കൂർ, തിരുവണ്ണാമല എന്നിങ്ങനെയുള്ള തിരുസ്ഥലങ്ങളുണ്ട്. തീവ്ര മുരുകഭക്തനായിരുന്ന അരുണഗിരിനാഥർ ശ്രീമുരുകന് പാടിയ തിരുപ്പുകളിൽ പശുമലയെ ഗോഗിരി എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഈ മലയിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നങ്കനല്ലൂർ പൊങ്കിമടാലയം സാധുറാം സ്വാമികൾ, തിരുക്കോവിലൂർ ജ്ഞാനാനന്ദ സ്വാമികൾ എന്നിങ്ങനെ പല പ്രമുഖരും ഇവിടത്തെ മുരുകനെ പറ്റി കവിതകൾ രചിച്ചിട്ടുണ്ട്. തിരുമുരുക കൃപാനന്ദ വാര്യർ 60 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം സന്ദർശിച്ച് തിരുപ്പടി തിരുപ്പുകൾ ഉത്സവം തുടങ്ങിവെച്ചതായാണ് വിവരങ്ങൾ. ദേവാധിപതി ദേവേന്ദ്രൻ ഈ മലയെ പശുവിന്റെ രൂപത്തിൽ ഗിരിവലം ചെയ്തതിനാൽ ഈ മലയ്ക്ക് പശുമല, ഗോഗിരി എന്നെല്ലാം നാമം വന്നു. ഈ മലയെ ഗിരിവലം വന്നാൽ സകല ദൈവങ്ങളുടെയും അനുഗ്രഹം സിദ്ധിക്കും എന്നാണ് വിശ്വാസം. മലയ്ക്ക് ചുറ്റുമുള്ള ഗിരിവലപാതയിലൊരിടത്ത് ദേവേന്ദ്രന് സന്നിധിയുണ്ട്. ഭക്തർ അവിടെ വഴിപാടുകൾ ചെയ്യുന്നു. ആദ്യകാലത്ത് ഈ മലയിലൊരിടത്ത് ശ്രീമുരുകന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഭക്തജനങ്ങൾ വേൽ പ്രതിഷ്ഠിച്ചു വഴിപാട് നടത്തി വന്നതായാണ് പറയപ്പെടുന്നത്. ഏതുകാലത്താണ് ഇവിടെ വേൽ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതെന്ന് ഇന്നും അജ്ഞാതമാണ്. പിന്നീട് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം പണിത് സുബ്രഹ്മണ്യ സ്വാമികൾ വള്ളിദേവിയാനി സമേത ശ്രീമുരുകനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. സോമയാജലു കുടുംബക്കാരാണ് പരമ്പരയായി ക്ഷേത്രം പരിപാലിക്കുന്നത്. 2006 ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ഏകദേശം 420 പടികളുണ്ട് പശുമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക്. അടിവാരത്തിൽ ഭക്തരുടെ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അടിവാരത്തിൽ 25 അടി ഉയരത്തിലൊരു ശക്തിവേൽ 2017 പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്. വേലിനെ വണങ്ങിയ ശേഷം ഭക്തർ പടികൾ കയറി പോകുമ്പോൾ ഇടതുവശത്തായി ഒന്നിനു പിറകിൽ ഒന്നായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇരട്ടെ വിനായകർ സന്നിധി. ഇതിൽ ഒരു വിനായകർ അടുത്തുള്ള ആറ്റിൽ നിന്നും കിട്ടിയ സ്വയംഭൂ ശിലയാണെന്നാണ് ഭക്തജന ഭാഷ്യം. സന്നിധിക്കുള്ളിൽ തന്നെ നാഗർശിലകളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പടികളുടെ വലതുവശത്തായി നവഗ്രഹ സന്നിധി. സുമാർ 120 പടികൾ കയറി ചെന്നാൽ ചെറിയൊരു ആഞ്ജനേയർ സന്നിധി. കുറച്ചുകൂടി പടികൾ കയറിയാൽ ഇടതുവശത്തായി ശ്രീ നാരായണാനന്ദ സ്വാമികളും ശ്രീ ലളിതാനന്ദ സ്വാമികളും തപസ് ചെയ്ത ഗുഹ കാണാം. മലയുടെ ഉച്ചിയിലാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ചെറിയ ഗോപുരത്തോടെയുള്ള ക്ഷേത്രമാണിത്. ദാഹിച്ചെത്തുന്ന ഭക്തർക്കായി ജലസൗകര്യം മേലെയുണ്ട്. പ്രധാന മണ്ഡപത്തിൽ ധ്വജസ്തംഭം, മയിൽവാഹനം. ആഗ്രഹം നിറവേറിയ ഭക്തർ സമർപ്പിക്കുന്ന വേലുകൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തായി വിനായകർ. പീഠത്തിൽ ശിവലിംഗം പോലെ ബാലദണ്ഡായുധപാണി പ്രതിഷ്ഠ. ഭക്തരുടെ സൗകര്യത്തിനായി ചുറ്റും ഷീറ്റ് കൊണ്ട് മേൽക്കൂരയുള്ള മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാന സന്നിധിയിൽ ശ്രീമുരുകൻ വലതു കൈയിൽ വേലോടെ വള്ളിദേവിയാനി സമേതനായി സുബ്രഹ്മണ്യ സ്വാമിയായി ദർശനം തരുന്നു. ഭഗവാൻ കല്യാണ സുബ്രഹ്മണ്യരായി ദർശനം തരുന്നതിനാൽ ഇവിടെ ശൂരസംഹാരം നടത്താറില്ല. പകരം അന്നേ ദിവസം ഹോമങ്ങളും വേദപാരായണങ്ങളും നടത്തി ഭഗവാന്റെ ചൂട് തണുപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു വിവാഹ തടസ്സം മാറ്റുന്ന സ്ഥലമാണെങ്കിലും ഇവിടെയുള്ള വെപ്പാലമരത്തിൽ തൊട്ടിൽ കെട്ടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെയുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അസുഖങ്ങൾ മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 6 നാൾ കന്ദഷഷ്ടിക്ക് വ്രതമിരുന്ന് ശ്രീമുരുകനെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ചത് നിറവേറും എന്നതാണ് ഭക്തജനഭാഷ്യം. അതിലുപരി ഇവിടം ദർശിച്ചാലേ പാപവിമോചനം എന്നതാണ്. മറ്റു മുരുകക്ഷേത്രങ്ങളെപ്പോലെ വിശേഷ ദിവസങ്ങളിൽ പാൽക്കുടമെടുക്കുന്നത്, മുടി കാണിക്ക കൊടുക്കുന്നത്, കാതുകുത്തുന്നത്, കാവടിയെടുക്കുന്നത്, അന്നദാനം, അലങ്കാരവും അഭിഷേകവും വഴിപാട് നടത്തുന്നത്, പൗർണമിക്ക് ഗിരിവലം എന്നിവയും ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രവൃക്ഷം വെപ്പാലമരം. ക്ഷേത്രതീർത്ഥം ശരവണതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി വിശാഖം, കന്ദഷഷ്ടി, തൈപ്പൂയം, പങ്കുനൂത്രം 10 നാൾ ബ്രഹ്മോത്സവം, ചിത്ര പൗർണമിക്ക് ഇന്ദ്ര വഴിപാട്, ആടിക്കാർത്തിക, ആവണിമാസം കാർത്തിക നക്ഷത്രത്തിൽ തിരുപ്പടി തിരുപ്പുകൾ ഉത്സവം, അരുണഗിരിനാഥർ ദിനം എന്നിവ കൂടാതെ മാസാമാസമുള്ള കാർത്തിക നക്ഷത്രവും പൗർണമി ഗിരിവലവും ഇവിടെ പ്രധാനം. പൂജാ സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. വിശേഷ ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മേൽ ഒലക്കൂരിൽ നിന്ന് 1 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ദിണ്ടിവനം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.